ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കിഴക്കമ്പലം 2020 എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്. നമ്മൾ ഇതിനു മുമ്പും കിഴക്കമ്പലത്ത് 2020 വരുന്ന ഒരുപാട് വീടുകളുടെ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ലഭിച്ചിട്ടുള്ളതും ഒരുപാട് പേർക്ക് കിഴക്കമ്പലം സൈഡിൽ നമുക്ക് വീട് എടുത്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 2020 പഞ്ചായത്തിന്റെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് 2020. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ നമുക്കൊരു മെമ്പർഷിപ്പ് കാർഡ് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ 2020 സൂപ്പർ മാർക്കറ്റിൽ നിന്നും നല്ല സാധനങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യപ്പെടുന്ന നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ നല്ല വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളൊരു ഗുണമാണ് 2020 അതുപോലെ ഈ ഒരു കിഴക്കമ്പലം 2020 ഭാഗത്തൂടെ പോകുന്ന റോഡുകളാണെന്നുണ്ടെങ്കിലും സറൗണ്ടിങ് ഏരിയാസ് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും റോഡുകളൊക്കെ നല്ല നീറ്റാണ്. ഗട്ടറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായ റോഡുകൾ, നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെ ഉള്ള സ്ഥലമാണ് 2020. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കിഴക്കമ്പലം. അപ്പോൾ കിഴക്കമ്പലത്തുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു വീടല്ല, ഏകദേശം 3 വില്ലകളോളമാണ് നമുക്കിനി സെയിലിനായിട്ട് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണാം, ഈ സറൗണ്ടിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വെറും 50 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, വണ്ടികൾ കടന്നു പോകുന്നത് കാണാം, കാറുകളും ബസ്സുകളും ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ കാണുന്നത് ബസ് റൂട്ടാണ്. അവിടെ നിന്നും 50 മീറ്റർ മാത്രം മാറി 15 വില്ലകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഏകദേശം 12ഓളം വില്ലകൾ നമുക്ക് സെയിലായി ആളുകൾ താമസമായതാണ്. ബാക്കി ഒരു 3 വില്ലകളോളമാണ് നമുക്ക് ഇവിടെ ഇനി സെയിലിനായിട്ട് ഉള്ളത്. മെയിൻ റോഡ് ടാറിട്ട റോഡാണ്. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് ഈ വില്ലകളിലേക്ക് മാത്രമായിട്ട് വരുന്നത് ഇന്റർലോക്കിംഗ് ടൈലിട്ട വീടുകളാണ്. അപ്പോൾ ഇവിടെ വീടുകൾ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് മാത്രമല്ല, അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഈ ഒരു 15ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്ത് ഒരു 3 വില്ലകളിൽ ഒരു വില്ല നമുക്കിന്ന് പരിചയപ്പെടാം. ലാൻഡ് അളവും കാര്യങ്ങളൊക്കെ ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നും, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ വീടുകളും കാണിച്ച് വീഡിയോ ലെങ്തി ആക്കാതെ നമുക്കിന്ന് ഒരു വീട് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് ഈ കാണുന്നതാണ്. ഈ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിന്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ എലിവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓരോ സൈഡിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഏകദേശം ഒരു 4.5 സെന്റ് 4.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും, അത് കിഴക്കമ്പലത്ത് 2020 സ്ഥിതി ചെയ്ത ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് കളക്ടറേറ്റ് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. അതുപോലെ ഇവിടെ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 24 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടെ നിയറസ്റ്റ് ബസ് റൂട്ടിലേക്ക് പോകണമെങ്കിൽ വെറും 50 മീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലൊക്കെ വിരിച്ചിരിക്കുന്ന ഒരു റോഡാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ വില്ലകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുള്ളത്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അടുത്തടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. ഇതിന് മെയിൻ ആയിട്ട് ബേസ് അവർ കളർ കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ പെയിന്റ് ആണ് വീടിന് അവർ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ചില ഭാഗങ്ങളിൽ കുറച്ച് പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഭംഗിയുള്ള കളർഫുൾ പെയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുമാണ് ഇതിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഗേറ്റും മതിലൊക്കെ നോക്കുകയാണെങ്കിൽ മതിൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് കളർ പെയിന്റിനകത്ത് ചെറിയൊരു കോപ്പർ കളറോട് കൂടി ഫിനിഷ് വരുന്ന ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള 2 എഗ് ഷേപ്പുള്ള വൈറ്റ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സൈഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൽ വന്നിട്ടാണെങ്കിൽ നല്ല ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള ലേസർ കട്ട് ഡിസൈനുകൾ എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിനുള്ള, അതായത് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന കിണറാണ്. നല്ലൊരു വെല്ലുണ്ട്. പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയാനുള്ളത് KWയുടെ വാട്ടറാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ടൈലുകളൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയയുടെ ഓപ്ഷൻ വരുന്നത്. വർക്ക് ഏരിയ നമുക്ക് നമ്മളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ബിൽഡറോട് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു തരുന്നതായിരിക്കും. ഈ വർക്ക് ഏരിയയുടെ സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോഴും ഇവിടെ എല്ലാം ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചെറിയ ഇതൊക്കെ കല്ലുകളൊക്കെ വിരിച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കിണറിൻ്റെ അടുത്തായിട്ട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ ടോട്ടലായിട്ട് ഇവിടുത്തെ ഈ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയയും സറൗണ്ടിങ് ഏരിയയും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണുള്ളത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാം. അതുകൂടാതെ ആ റൈറ്റ് സൈഡ് കാണുന്ന ഭാഗത്ത് നമുക്ക് മറ്റൊരു വാഹനത്തിനും കൂടെ പാർക്ക് ചെയ്യാം. 2 കാറുകൾക്കും ബൈക്കുകൾ നമുക്ക് 1 2 വെക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അവിടെയും കുറച്ച് സെപ്പറേറ്റ് ഏരിയ അവർ കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെ കല്ലുകളൊക്കെ വിരിച്ച് ഭംഗിയായിട്ട് തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ വഴി വന്നിട്ട് വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. പകുതിയോളം ടൈല് വിരിച്ച വഴി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിലേക്ക് മുഴുവനും ബേബി മെറ്റൽസ് ആണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ 2 സൈഡിലൂടെയും ബാക്കിലൂടെയും ഒരാൾക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ ദർശനം വരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. പടിഞ്ഞാറോട്ടാണ് ഈ ഒരു വീടിന്റെ ദർശനം വരുന്നത്. ഇതിന്റെ കാർ പോർച്ചിൽ നമുക്ക് നോക്കിയാൽ കാണാം EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കാർ പോർച്ചും അതിന്റെ ഈ കാണുന്ന അനുബന്ധപ്പെട്ട ഏരിയാസ് എല്ലാം തന്നെ അവർ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അവിടെ എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിന്റെ കാർ പോർച്ചിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു പില്ലർ വന്നിട്ട് ഹാഫ് അവർ കുറച്ച് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്കൊരു 2 3 ചെയർസ് ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗ് ഒക്കെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീടിന്റെ മെയിൻ ഡോർ ആണ് ഈ കാണുന്നത്. 2 ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന 2 പീസ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പൊ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓൾറെഡി പറയുകയാണ്, ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 4.5 സെന്റ് ലാൻഡിലാണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2200 ആണ്. 2200 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് തന്നെയായിരിക്കും അത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ലിവിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നേരെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വർക്കുകളോട് കൂടിയിട്ട് ഒരുപാട് ഡ്രോസ് ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് TV ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ വിൻഡോ വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുന്ന മെയിൻ ഡോറിന് അടുത്തായിട്ട് തന്നെയാണ്. കോൺക്രീറ്റിന് പകരം അവർ അതിന്റെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് വുഡൻ പീസുകൾ കൊണ്ട് തന്നെയാണ് ഒരു ഫുള്ളായിട്ടുള്ള വിൻഡോ അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലോർ വരികയാണെന്നുണ്ടെങ്കിലും വൈറ്റ് കളറിലുള്ള നീളത്തിലുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ നമ്മളൊരു പെൻ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു കോറി ഇടുന്നൊരു ഡിസൈൻ പോലെയുള്ളൊരു ഡിസൈനുമാണ് ടൈലിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്കുകൾ കാണാം. ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു എൻട്രൻസ് ഫുള്ളായിട്ട്, അതായത് നമുക്ക് ഡൈനിങ്ങിലേക്കുള്ള എൻട്രി ആണ് ഈ കാണുന്നത്. ആ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വുഡ് കൊണ്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അതിന് താഴെ വരുന്ന ഭാഗവും അവർ കബോർഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കാണാം. അതും ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ഉള്ള ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ രീതിയിലാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വാഷ് ബേസിനുള്ള ഒരു ഏരിയ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ടാണ് വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിൽ കുറച്ച് ബാത്റൂം ഫിറ്റിംഗ്സ്, അതുപോലെ തന്നെ ഈ ഒരു വാഷ് ബേസിന്റെ ഫിറ്റിംഗ്സ്, ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിനി കംപ്ലീഷൻ ആയിട്ട് ഉള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ഡൈനിങ്ങിന്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ സെപ്പറേറ്റ് ഒരു ഏരിയ പോലെയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ പോകാനുള്ള എൻട്രൻസ് ആണ്.
അപ്പൊ ഈ ഒരു കാണുന്ന ഭംഗിയായിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസ് കടന്ന് നമ്മൾ വരുന്ന സമയത്ത് എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് കിച്ചൺ ആണ്. അപ്പൊ നമുക്കിനി അത് ഓരോന്നായിട്ട് അങ്ങ് കണ്ടുപോകാം. നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഏരിയ നമുക്കിങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുകളിലൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും കാണാം ഒരുപാട് വുഡൻ പാനലിങ്സ് ഒക്കെ കൊടുത്തിട്ട് അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ആ ഒരു പാസേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ വരുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 2 ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വീതം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ആ ഒരു വുഡൻ അങ്ങനെ തന്നെ ആ ഒരു വുഡിന്റെ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഈ ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിനുള്ള ഷെൽഫുകൾ ഫെസിലിറ്റികളോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് വാർഡ്രോബ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് കുറച്ച് ലൈറ്റിന്റെ ഇഷ്യൂ ബാത്റൂമിന്റെ ആ ഏരിയകളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളും കൂടെയാണ് നമുക്കിനി അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വുഡൻ ചെയ്തിരിക്കുന്ന എൻട്രൻസിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിന്റെ കളറിൽ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ഒരു വുഡ് കളറാണ് അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫിൽ വന്നിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലും ഒരു ഗ്രേ ഫിനിഷോട് കൂടി ടൈലുകളൊക്കെയാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറാണ് കിച്ചൺ ക്യാബിനറ്റിലെല്ലാം തന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് സ്ലാബ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് കൊടുത്തിട്ട് 3 ഓപ്പണിംഗ് അവർ ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം കബോർഡ് ഫെസിലിറ്റികളാണ് കിച്ചണിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന വർക്ക് ഏരിയയുടെ റൂഫിംഗ് ഒക്കെ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് അവിടെ ആദ്യം തന്നെ ഒരു പെർഗോള മോഡൽ കുറച്ച് ഓപ്പണിങ്സ് കാണാം. അതുകൂടാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്തും അവിടെയും പെർഗോള മോഡലിലാണ് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുന്നത് വരെയുള്ള ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും അവർ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് മുകളിലൂടെ എത്തി നിൽക്കുന്നത് ഒരു വലിയ ഹാളിലാണ്. ഈ ഒരു ഹാളിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒരുപാട് റൂഫിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയാക്കിയിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹാളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു വലിയ നീളത്തിലുള്ള ലെങ്ത് ആയിട്ടുള്ളൊരു ഹാളാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ യൂട്ടിലിറ്റി സ്പേസ് കാണണം, നമുക്കിനി ബാൽക്കണി കാണണം. അപ്പോൾ ഈ ഒരു നിൽക്കുന്ന ഹാള് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ വോൾ ഉണ്ട്. അവിടെ നമുക്ക് നമ്മളൊരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് TV ഫിറ്റിംഗ്സ് ഒക്കെ വെക്കാം. അപ്പോൾ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് കൂടി ഇതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് TV യൂണിറ്റ് വെക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ചോയ്സ് അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ്. അത്യാവശ്യത്തിനുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നത്. വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആദ്യം ഒരു ഡോറ് കാണാം. അത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം.
താഴെ കണ്ട ബെഡ്റൂമുകൾ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറോട് കൂടിയ ഫിനിഷ് വരുന്ന ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുമ്പോഴാണെങ്കിലും നല്ലൊരു ഡിസൈനോട് കൂടിയ ടൈൽ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തൊക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെയാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ തന്നെ ആദ്യം അങ്ങ് കവർ ചെയ്ത് പോകാം. TV യൂണിറ്റിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇത് അവര് ടെമ്പററി ആയിട്ട് ചെയ്യുന്ന പോലെയല്ല, ഒരു റൂമായിട്ട് തന്നെ കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ബെഡ് ഇട്ട് കൊടുത്താലും ഇവിടെ അതിനുള്ളൊരു റൂമായിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളും, വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ആയിട്ട് അവർ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഈ ഡോർ തുറന്നാൽ നമുക്ക് നേരെ പോകുന്നത് മുകളിൽ ടെറസിലേക്കാണ്. വീഡിയോ വെറുതെ കാണിച്ച് ലെങ്തി ആക്കുന്നില്ല ഞാൻ. ടെറസ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കറിയാം പ്രത്യേകിച്ച് ടെറസിലൊന്നും തന്നെ കാണാനില്ല. നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കിനി ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് കാണാനുള്ളത്. ബെഡ്റൂമുകളൊക്കെ തമ്മിൽ നല്ല സ്പേസ്, അപ്പൊ നമുക്ക് ആ ഒരു പ്രൈവസി നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഓരോന്നും ഓരോ ഭാഗങ്ങളിലായിട്ടാണ് ബെഡ്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും നമുക്ക് നല്ല സ്പേസ് ആണ് ഇവിടെയും ലഭിക്കുന്നത്. 2 സൈഡിലായിട്ട് സെയിം രീതിയിൽ തന്നെയാണ് വിൻഡോസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു കോർണർ ഭാഗത്തും അവർ ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കാണാം, നല്ല രീതിയിൽ തന്നെയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണെങ്കിലും ടൈലുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, സെയിം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനോട് കൂടിയ ടൈലുകൾ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഈ വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. 4 ബെഡ്റൂമുകളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഭാഗത്താണ് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ഡോറ് വരുന്നത്. ഒരു അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിന്റെ റൂഫിലൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല സ്പേസ് അവരെ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ 2 പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ താഴെ നിന്നും കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ പില്ലറുകളൊക്കെ നല്ല രീതിയിൽ കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവർ സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു 15 വില്ലകളാണ് നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്നത്. അതിനകത്ത് ഏകദേശം എല്ലാ വില്ലകളും തന്നെ സെയിൽ ആയിട്ടുണ്ട്. 12ഓളം വില്ലകൾ സെയിലായി. നമുക്കിനി ഒരു 3 വില്ലകളും കൂടിയാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഏകദേശം എല്ലാം തന്നെ ഈ സെയിം ലാൻഡ് അളവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമാണ് പ്രൈസിലും കാര്യങ്ങളിലൊക്കെ വരുന്നുള്ളൂ. അപ്പം കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ഒരുപാട് പേരാണ് വീട് അന്വേഷിക്കുന്നത്. കാരണം നമുക്ക് പീസ്ഫുൾ ആയിട്ടും എന്താ പറയുന്ന വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ 2020 എന്ന് പറയുന്നത്. യാതൊരു അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കിട്ടുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് വൈസ് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്ക്, കാക്കനാട്, എയർപോർട്ട് എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തിലുമാണ് കിഴക്കമ്പലം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 4.5 സെന്റ് ലാൻഡിലാണ്. 4.5 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന് 4 ബെഡ്റൂമുകളാണുള്ളത്. ഇതൊരു 4 BHK ഹൗസ് ആണ്. നമുക്ക് ഇതിന്റെ താഴെ വന്നിട്ട് 2 കാറുകൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നല്ല ഒന്നാന്തരം കിണർ വെള്ളമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് KWയുടെ വാട്ടർ കൂടിയാണ്. അപ്പോൾ ഈ മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 78 lakhs ആണ്. അത് ചെറുതായിട്ടൊക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീണ്ടും വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം മാർബിൾ ഹോംസിലൂടെ സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.